നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനന്ന് നിൽക്കുന്നത് വയനാട് നടവേലിലാട്ടോ. നടവേലിൽ വയനാട് 43ാമത് റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്നത്. അതിൻ്റെ കുറച്ച് വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സ്റ്റേജുണ്ട്. ആ സ്റ്റേജിലൊക്കെ നോക്കി നോക്കാം എന്തൊക്കെയാണ് പ്രോഗ്രാം നടക്കുന്നതൊക്കെ. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ, ഇത് നടവേലാട്ടോ. ഇതാണ് 43ാമത് വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. ഇവിടെ ഒരുപാട് സ്വാഗതം ചെയ്തിട്ടുള്ള പോസ്റ്റർ കാണുന്നുണ്ട്, ഫ്ലക്സ് എല്ലാം കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തായാലും ഇതിനുള്ളിൽ കയറി കണ്ടു നോക്കാം. സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ നടവേൽ കേട്ടോ. ഇതാണ് സ്കൂൾ. പോകുന്നു തിരിമാറാനേ പോലന്റെ മായൊനെ കൽപ്പിച്ചു തിരിമാറ്റവൻ കൂച്ചനായി മാലൊഴി തകരുതീരത്താതി മൃതത്തെ എന്നിവയെല്ലാം കണ്ണുനിരാലെ തൊമയുണർത്തിച്ച നേരം തിരി എങ്ങും വിളങ്ങുന്ന നായൻ മുഷീഹ പെട്ടരു ജീവൻ തുടങ്ങി തിരി നീയൊരു വെൺതാൻ എന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കകൾ വേണ്ട തിരി നിന്നോട് കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകും നാടതിലെല്ലാം തിരി മനുഷ്യരെല്ലാം ഹിന്ദുവിലെന്ന് പതിനിനക്കകൾ വേണ്ട തിരി മനുഷ്യരെല്ലാ ജാതികളും തിരി മത്സ്യം ജന്തുക്കളല്ലോ തിരി എന്നതിനാലിപ്പോൾ ഞാനിന്നു നിന്നെയും ചുവില വാങ്ങിയെന്നാൽ തിരി എഴുമൊഴികൾ എഴുത്തികാപ്പന ചിട്ടുകൊടുക്കുന്നു വേറെ തിരി ലോകനാഥൻ കൊടുക്കാൻ പാൽ നമ്മുടെ പക്കൽ കൊടുത്തു തിരി തൃപ്തി വരുമ്പോൾ പലരും തിരി എത്ര വിധിച്ചഴകാലേ തിരി ഇഴലൊഴിഞ്ഞുടൻ കൊണ്ടുവരുവേ ഇന്നുര ചെയ്തത് കർവുതീയ ചിന്തക ചിന്തത്തി ചിന്തത്തിലിന്നിതു ചോഴനുമാവാനും തന്നുടി മന്ദിരിമാരും തിരി ചിക്കനെ വഞ്ചിച്ച് യോഗമൊരുമ്പിട്ടും ദിവം ശരണമിതേന്ന തിരി ചൊല്ലിയൊരു പോലടത്തി നടന്നിത് തൊമയരുൾ വഴി പോലെ തിരി തിന്തക തിന്തത്തി തെയ്തക തെയ്യത്തി കർഗുതാക തെയ്യത്തി കർഗുതരികിട തിമൃതത്തി ഒരു വഴി വാഴ്വ് കൊടുത്തതി ഇതും തെളിഞ്ഞില്ല കാവ്യത്തിരി ഇന്ന നിമിത്തമയേക നടിച്ചിരും പട്ടുമൻ തൻ്റെ കവാളെത്തിരി തിരി പടി കണ്ടൊരു പോലും മകനുടെ നടതിലുള്ള ജനാവും തിരി ഒത്തു നിരോധിച്ചു വിശൻപോലെ അമ്പോദിസായും മുഴുകി തിരി പുരാളരോടറിയിച്ചിരു മാർഗം കെട്ടവരായ കർഗുതീയ ചിന്തക ചിന്തത്തി ആനന്ദം വരുമാർ മാലഖമാർ തിരി താര ആകാശിലിംഗ രോഗം ചേർപ്പുലി തിരി താര ആകയാൽ കൂടി കൂടിയിരുന്നിപ്പോൾ അത് കൂടുടന്നെങ്കിൽ ചെന്ന് തിരിതരാതരാൻ കൈകൾ കൂപ്പി അടുത്ത സ്റ്റേജ് കുറച്ച് അപ്പുറത്തായിട്ടാണോ. നമുക്ക് അവിടെയും പോയി നോക്കാം. ഇതിലൂടെ കുറച്ച് ദൂരം ഉണ്ടാവും താഴോട്ട് നടക്കാൻ. ഓക്കെ.
നിർണ്ണയിക്കപ്പെടാനുണ്ട്. ഇന്ന് ഓവറോൾ കിരീടം ആര് ചൂടും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയിലേക്ക് എത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ ദിവസം കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലാണ് നമുക്ക് ഇനി ഒരു കൃത്യത വേണ്ടത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐറ്റംസ് ഉണ്ടോ? ഇല്ല, എല്ലാവരുടെയും കഴിഞ്ഞു, ഫ്രീ ആയി. ഓക്കെ, അപ്പൊ ഇനി കലോത്സവം ഒക്കെ എൻജോയ് ചെയ്ത് എല്ലാം കഴിഞ്ഞു പോയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ശബ്ദമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും ഐസ്ക്രീം ഒക്കെ കഴിച്ച് സെറ്റ് ആയിട്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഇനിയും കലോത്സവ വിശേഷങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. സ്കൂൾ കലോത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ആ സ്കൂൾ ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്. ഇത് സ്കൂളിൽ പഠിച്ചിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കും. സമാപനം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനം ഉച്ചകഴിഞ്ഞ് നടക്കുന്നതായിരിക്കും. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഓട്ടംതുള്ളലിന്റെ ഫലപ്രഖ്യാപനത്തിനായി ജഡ്ജസിനെ ക്ഷണിക്കുകയാണ്. ചെയ്തത് ആക്നലാണ്. ആക്നലിന്റെ ആ ഭാഗം മാത്രം നാം ഒന്ന് കേൾക്കാം. അതിന്റെ രണ്ടാമത്തെ ഭാഗം പറഞ്ഞിരിക്കുന്നത് ഞാനാണ്, അതിൽ അഭിനയിച്ചിരിക്കുന്ന കുട്ടി വേറെയാണ്. അപ്പൊ ആ രണ്ട് ഭാഗം മാത്രം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. வயநாடு மாவட்ட கலை திருவிழை செம்மையா பார்க்கலாம், பயங்கரமா ரசிக்கலாம், ഒരു കയ്യടിയാവാം. അപ്പോൾ ആഗ്രഹിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും നല്ല വേദികൾ കിട്ടട്ടെ, മനോഹരമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നടനോത്സവത്തിൽ വിശേഷങ്ങൾ തുടരും. എന്ന് വേണ്ട എല്ലാത്തിനും സമ്മാനം തൂത്തുവാരി ആനന്ദരാജ് ഇവിടെ വന്നിരിക്കുകയാണ്. ഉപജില്ലാ കലോത്സവത്തിന് നമ്മൾ കണ്ടു, അപ്പൊ സമ്മാനം വാങ്ങിക്കുമെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ആ സമ്മാനം വാങ്ങിച്ചെടുക്കുക തന്നെ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു മത്സരമൊക്കെ? മത്സരം കുഴപ്പമില്ലായിരുന്നു. ഷൂട്ടും കഥാപ്രശ്നം നല്ല കോമ്പറ്റീഷൻ ആണ്. അച്ഛനും അമ്മയും ഇന്നും കൂടെ തന്നെ ഉണ്ട്. മലനാട് ചാനൽ പ്രേക്ഷകർ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ ഓൺലൈനിൽ ഇവരുടെ കഥ നമ്മൾ ഓൺലൈനിൽ കൊടുത്തിരുന്നു. ഒരുപാട് ആളുകൾ അത് കാണുകയൊക്കെ ചെയ്തിരുന്നു. മോൻ്റെ അച്ഛന് ചെറിയ ഒരു കാഴ്ച പരിമിതിയുണ്ട്, അധ്യാപകനാണ്, എങ്കിലും അദ്ദേഹം തന്നെയാണ് പരിശീലിപ്പിക്കുന്നത് അല്ലേ? എന്ത് പറയുന്നു, എങ്ങനെയുണ്ടായിരുന്നു മോൻ? നന്നായിട്ട് പെർഫോം ചെയ്തോ? നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഫ്ലൂട്ട് വളരെ ടാലൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു. നാസറും വിചാരിച്ചത് അത്ര അത് നമുക്ക് എന്തായാലും കുഴപ്പമില്ല, സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നന്നാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാദസ്വരത്തിന് എന്ത് പറ്റി? കുഴപ്പമില്ല. ഇനി മുൻപോട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിൽ എത്തുമ്പോഴും നമുക്ക് വിജയം ഉറപ്പിക്കാം. ഓക്കെ, എന്നാൽ ഫ്ലൂട്ട് ഒന്ന് പ്ലേ ചെയ്താലോ? ഓക്കെ. അച്ഛൻ്റെ ഹെൽപ്പ് വേണോ? മോനെ ഇവനാണോ? മോനെ ഹിന്ദി നല്ല സന്തോഷമാണ് മലയാളം ന്യൂസിൽ വന്നതിന്. ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തിൻ്റെ സന്തോഷം ഞാൻ മലയാളം ന്യൂസിനെ അറിയിക്കുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, നന്ദി പറയുന്നു. അതെനിക്ക് മനസ്സിലായി ലാസ്റ്റത്തെ. ഓക്കെ, അപ്പൊ എന്തായാലും ഹിന്ദി ഭാഷേനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആണ് സ്കൂളില്? സപ്പോർട്ട് എൻ്റെ മിസ് സിന്ധു മിസ്. സിന്ധു മിസ് ആണോ? ഹിന്ദി ടീച്ചറാണോ? ഹിന്ദി ടീച്ചർ. സിന്ധു മിസ് ആണ്. ഭാഗ്യശാലിക്ക് സൈക്കിൾ സമ്മാനം. ഇത് മലനാട് ന്യൂസിൻ്റെ ഒരു ഓൺലൈൻ പരിപാടിയാട്ടോ. നമുക്ക് നറുക്കെഴുതിട്ടോ. Nice.
94482853 ഏതായാലും നമുക്ക് സൈക്കിൾ സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്ന കേട്ടോ. അസംഷൻ സ്കൂളിലെ മിടുക്കിമാരാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. 36 വർഷമായിട്ട് തുടർച്ചയായിട്ട് അസംഷൻ സ്കൂളിൽ തന്നെയല്ലേ അല്ലേ? എന്റെ സ്കൂൾ കൂടിയാണ്, പക്ഷെ എനിക്ക് മാർഗംകളി അറിയില്ല കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊന്ന് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഒരു പാദം ചെയ്താലോ? ഓക്കെ. വിരവിലി വരവു കണ്ടാനന്ദിച്ചു വിദഗ്ധനെന്നുറച്ചുള്ളിലാശ കൊണ്ടു വേസ്താവാരു ഗീതാവാനപ്പോൾ ഇന്ത്യയിലെത്ത അത് നിജ തിരുമനസാദയാലെ അറിഞ്ഞുടൻ കടുതീരാവനോട് അരുൾ ചെയ്തീര കണ്ടാശരി ഇന്ന് ഇന്ത്യയിലെത്ത അവന് മറുപടി കേൾപ്പിത്താവൻ അതു കെണി വരജനിലായിക്കൊണ്ട് അറിയിച്ചു യാത്ര കൽപ്പന വാചാൽ ഇന്ത്യയിലെത്ത വസനമി കരുളിയ തോമയോട് കരുവത് നീഹാ വീണ്ടും മണ്ണും വഴി പോലെ തീരി ചരുൾ ചെയ്യുമ്പോൾ ഇന്ത്യയിലെത്ത വസനമി കരുളിയതോർത്തു കേട്ട് അകതാരിൽ അവരുടെ കോലം കണ്ടു വാക്കോ വാശത്താൽ ഉള്ളു നടുങ്ങി ഇന്ത്യയിലെത്ത വഴിയ കവനിയിൽ വീണു തോമ കരുവതിൻ ദിനകളിൽ കേണു നിന്നു വലുതായിട്ടുള്ള തകതോം തകതോം തികി തകതായക തെയ്തേ തങ്ങ തിക തതികിടതോം തകതോ തികി തകതായക തെയ്തേ തങ്ങ തിക തതികിടതോ. നമ്മൾ കണ്ടത് അസംഷൻ സ്കൂളിൻ്റെ മാർഗംകളി കേട്ടോ. ഇവിടെ ഒരുപാട് ലക്കി ഡ്രോ കണ്ടസ്റ്റൊക്കെ ഉണ്ട്. ജർമ്മനിയിൽ പോയാൽ മതി, ബ്രൈറ്റ് ഡേ, ED വിസ, സ്റ്റഡി അബ്രോഡ്. നമ്മൾ നിൽക്കുന്നത് ജില്ലാ കലോത്സവത്തിൻ്റെ ഇതാണ്, റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ സ്ഥലത്താണ്. ഇവിടെയൊക്കെ വരുമ്പോൾ പഴയ ഒരു നെസ്റ്റോളജി ഉണ്ടാവും. സ്കൂളിലൊക്കെ പണ്ടത്തെ നമുക്ക് നൽകി ഒരു മേള നടത്തുമ്പോൾ പ്രത്യേകിച്ച് വയനാട് ജില്ലയുടെ പൂരമഹോത്സവമാണ് കൗമാര കലോത്സവം എന്ന് പറയുന്നത്. നടവയലിന്റെ പരിമിതമായ സൗകര്യങ്ങൾ എന്ന് പറയാൻ സാധിക്കില്ല, അത്യാവശ്യം വിപുലമായ സൗകര്യങ്ങൾ. പക്ഷെ സ്റ്റേജ് ആശംസകളോടെ രുചി വൈവിധ്യത്തിന്റെ പെരുമയുമായി ഹോട്ടൽ തൗഫീഖ് മീനങ്ങാടി. ആശംസകളോടെ 27 വർഷത്തെ പാരമ്പര്യം ശ്രീലങ്ക നാട്യകലാക്ഷേത്രം. ഒരിക്കൽ കൂടി സ്വാഗതം. വയനാട് കൽപ്പിതം പോലെ മഹാരാജ പടപ്പള്ളമടക്കോ ഉടൻ പോയിടുന്നു, പടപ്പള്ളമടക്കോ ഉടൻ പോയിടുന്നു, ഉടൻ പോയിടുന്നു അധിപൻ തന്നുടെ ധീരസേനയിതാ, ഉടൻ പോയിടുന്നു അധിപൻ തന്നുടെ ധീരസേനയിതാ, ഉടൻ പോയിടുന്നു പടപ്പള്ളമടക്കോ ഉടൻ പോയിടുന്നു, പടപ്പള്ളമടക്കോ ഉടൻ പോയിടുന്നു, ഉടൻ പോയിടുന്നു അധിപൻ തന്നുടെ ധീരസേനയിതാ, ഉടൻ പോയിടുന്നു അധിപൻ തന്നുടെ ധീരസേനയിതാ, ഉടൻ പോയിടുന്നു. നമ്മുടെ ചവിട്ടുനാടകങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടോ. ഇന്ന് കുറച്ച് പ്രോഗ്രാംസേ ഉള്ളൂ. ഇന്ന് അവസാന ദിവസമാണ് ഞാൻ വന്നത്. ഏതായാലും ഇവിടെ ഭക്ഷണശാലകൾ കയറിയൊക്കെ എന്താ സ്ഥിതി?
ഇവിടെ ഭക്ഷണത്തിൻ്റെ തിരക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറഞ്ഞിട്ടോ, സമയം 2:30 മണി കഴിഞ്ഞു. ഇവിടുന്ന് മേടിച്ചിട്ട് അകത്ത് വരെ വേണം കഴിക്കാൻ. ഓക്കെ, എന്തായാലും ഇവിടെ ഭക്ഷണം മേടിച്ചൊന്ന് കഴിച്ചു നോക്കാം നമുക്ക്. ഇവിടുന്ന് ഭക്ഷണം മേടിക്കുക, അകത്ത് പോയിട്ട് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് അവസാന ദിവസമാണ്. എന്തായാലും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഭക്ഷണം. ഇതിപ്പോൾ ടോക്കണും കാര്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചു നോക്കാം ഇന്നത്തെ ഭക്ഷണം. ഇവിടെ പായസം ഉണ്ടല്ലോ, സൂപ്പർ പായസമാണ്. ഞാൻ കുടിച്ചു. ഇവിടെ സൂപ്പർ പായസമാണ്. ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്ന ഏരിയ കേട്ടോ. അവിടുത്തെ മേടിക്കുക, അവിടെ കൊണ്ട് ഭക്ഷണം കഴിക്കാം. ഇവിടെ പായസം കൊടുക്കുന്നവരാണത്. ഇവിടെ പാത്രമൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അത്രയും ശരിയുണ്ടോ? ഇവിടെ 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 നമ്മൾ സമാപനമായിട്ടുണ്ട്. സമാപനം ആ സ്റ്റേജിലാണെന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോയേക്കാം. നമ്മൾ ചവിട്ടുനാടൊക്കെ അതാ വാള കയറ്റുന്നുണ്ട്. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ഏതാ? മഹാരാഷ്ട്ര വിന്നറായിട്ടുള്ള ഒരാളാണ്. അതുപോലെ കന്നഡ പദ്യം ചൊല്ലലിൽ വിന്നറായിട്ടുള്ള ആളാണ് അല്ലെ? വേറെ എന്തിനാ പങ്കെടുത്തിരുന്നേ? മോണാക്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കന്നഡ പദ്യം ചൊല്ലലിൽ 2 വരി പ്രേക്ഷകർക്ക് വേണ്ടി. ನಮಸ್ಕಾರ. ಕನ್ನಡದ ಶ್ರೇಷ್ಠ ಕವಿ ಶ್ರೀ ರಾಘವಾಂಗನ ಹರಿಶ್ಚಂದ್ರ ಕಾವ್ಯದಿಂದ ಈ ಪದ್ಯಭಾಗವನ್ನು ಆಯ್ದುಕೊಳ್ಳಲಾಗಿದೆ. ಮಗ ರೋಹಿತಾಕ್ಷನ ಮರಣದಿಂದ ದುಃಖಿತಳಾದ ಚಂದ್ರಮತಿಯು ಮರುಗುವ ಸನ್ನಿವೇಶ. ವಿಷದ ಹೊಗೆ ಹೊಯ್ದು ಹಸುರಾದ ಮೈ ನೀರಿನೊರೆಯು ಸರುವಗಲ್ಲಂ കന്തിത കുറുക്കൽ അറിതറിത കുറുവിസുകൾ. മതി. അപ്പോൾ നമുക്ക് ഏതായാലും ആരാധ്യയെ ഇവിടെ പരിചയപ്പെടുത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചക്രത്തിനനുസരിച്ച് പോകും. പക്ഷെ മനുഷ്യ അതിനെതിരായിട്ട് പൊരുതുമ്പോഴാണ് പ്രകൃതി മനുഷ്യനെതിരെ പൊരുതാൻ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി വ്യാകുലരാകും. പക്ഷെ നമ്മൾ പഠിക്കണം, സാഹചര്യങ്ങൾ പഠിക്കണം. ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടി കണ്ടത്. ഏതായാലും അച്ഛൻ്റെ നല്ലൊരു ഉപദേശം ഞങ്ങളെല്ലാവരും ശ്രമിക്കുകയാണ്. വലിയ സമയമൊന്നും ഇല്ലാത്തതിനിടയിലാണ് ഫാദർ നമ്മുടെ ഇടയിലേക്ക് ഒറ്റ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. പ്രത്യേകിച്ചും കലയോട് ഇത്രമാത്രം താല്പര്യമുള്ള അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഗോത്രകലകൾ ഇഷ്ടംപോലെ, ഏകദേശം 5ഓളം ഗോത്രകലകൾ നമ്മുടെ കലോത്സവത്തിന് മത്സരത്തിനായി കൊണ്ടുവന്നിട്ടുണ്ട്. പനമരത്ത് പോലെയുള്ള പനമരം ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഒപ്പം തന്നെ കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരിടം കൂടിയാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇത്തരം കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ സംസ്ഥാന ഇത്തരം കലോത്സവങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അച്ഛൻ എങ്ങനെ നോക്കി കാണും? ഓരോ സ്ഥലത്തും അതാത് സംസ്കാരത്തിൻ്റെ കലകൾ അത് വളർത്തിയെടുക്കണം.
ഒരു സംസ്കാരം എന്ന് പറയുന്നത് കുറച്ച് ജനതകളുടെ കഴിവുകളൊന്നുമല്ല. ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്കാരമുണ്ട്. അതിൻ്റെ ഉറവിടങ്ങളിലേക്ക് പോയി അത് വീണ്ടും പഠിച്ച് അതിനൊരു പുനർജന്മം നൽകുക എന്നുള്ളത് ആവശ്യമാണ്. എങ്കിലേ ഇതൊരു ലോക സംസ്കാരമായിട്ട് മാറുകയുള്ളൂ. പഴയ സംസ്കാരം ഒത്തിരി മൂല്യങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആധുനിക സംസ്കാരം ചിലത് പഴയതൊക്കെ ഇത് കൊള്ളികളെന്ന് എഴുതത്തില്ല, പക്ഷേ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒത്തിരിയേറെ നല്ല മൂല്യങ്ങളും കലകളും അത് വീണ്ടും എടുത്ത് നമ്മുടെ പുതു സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ മാത്രമേ അതൊരു നവസംസ്കാരമായിട്ട് മാറുകയുള്ളൂ. ഒരു ലോക കാലത്തോട് ഇറുകിച്ചേർക്കുവാനുള്ള ഒരു ശ്രമം നമ്മളെല്ലാവരും നടത്തണമെന്നും അതിൻ്റെ ഭാഗമായിരിക്കും ഇത്തരത്തിലുള്ള ഗോത്രകലകളെ കൂടി ഇത്തരം മത്സരങ്ങളിലേക്ക് പങ്കെടുപ്പിക്കുവാനുള്ള ശ്രമം എന്നും ഉള്ള ഒരു നല്ല ബോധ്യം അത് പൊതുജനങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും സമയം തന്നതിനുള്ള സന്തോഷം. പ്രശസ്ത സിനിമാ താരങ്ങളായ അനു സിത്താര, എസ്തർ അലി, അനു സോനാര തുടങ്ങിയ കലാപ്രതിഭകളെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് പ്രചോദനം നൽകിയ കലാകേന്ദ്ര പവലിയനിലേക്ക് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഏതൊരു മേളകളുടെയും ഏതൊരു ഉത്സവങ്ങളുടെയും പ്രധാന ഭാഗമാണ് പബ്ലിസിറ്റി എന്നുള്ളത്. അതിൻ്റെ പൊതുവേദികളിലേക്ക് പൊതുജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും വളരെ എഫേർട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘമാണ് പുറകിലുള്ളത്. ഇത്രയും ആളുകൾ ഇത്ര ദിവസം കഠിനമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പബ്ലിസിറ്റി എത്ര ഭംഗിയാവും എന്നുള്ളത് നമുക്കറിയാം, അല്ലേ സാറേ? നിസാർ സാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കലോത്സവങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് ഇവർ മുന്നോട്ട് നയിക്കുന്ന ആളാണ്. അതുപോലെ ബിനു സാറുണ്ട്, ഇർഷാദ് സാറുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരിലേക്കും പോകാനുള്ളൊരു സമയക്കുറവ് കൊണ്ട് നമ്മൾ നിസാർ സാറിലേക്ക് പോവാണ്. സാർ, എങ്ങനെയായിരുന്നു പബ്ലിസിറ്റിയുടെ പ്രവർത്തനങ്ങളൊക്കെ? സാറ് പറയേണ്ട പ്രധാനപ്പെട്ട പോയിന്റൊക്കെ ബിനു സാർ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പറയണ്ട. ഓക്കെ, റെഡി? വളരെ സന്തോഷമുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ നടവേലിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റിയ സംഘാടക സമിതിയുടെ ആ സന്തോഷം അറിയിക്കുകയാണ്. ബത്തേരി, കൽപ്പറ്റ പോലുള്ള പ്രധാനപ്പെട്ട ടൗണുകളിൽ വളരെ സിസ്റ്റമാറ്റിക്കായി നടന്ന പ്രോഗ്രാമുകളാണ് കണ്ടത്. പക്ഷേ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പബ്ലിസിറ്റി കമ്മിറ്റി എന്ന രീതിയിൽ ഞാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എത്ര അംഗങ്ങളുണ്ട് പബ്ലിസിറ്റി കമ്മിറ്റി? പബ്ലിസിറ്റി കമ്മിറ്റിയിൽ 51 പേരുണ്ട്, ടോട്ടൽ 51 ആളുകൾ. അപ്പോൾ ഈ കുട്ടികളൊക്കെ അതിൻ്റെ പാർട്ടാണ് അല്ലേ? ഇവര് പിന്നെ NSM ഗവൺമെൻറ് കോളേജിൽ നിന്ന് വരുന്ന PG വിദ്യാർത്ഥികളുണ്ട്, മാസ് കമ്മ്യൂണിക്കേഷൻ്റെ. ഓറിയൻ്റൽ കോളേജിലെ വിദ്യാർത്ഥികളുണ്ട്, STEAM കോളേജിലെ വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ 3-4 കോളേജുകളിലെ വിദ്യാർത്ഥികൾ, അവിടുത്തെ മാസ് കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നമുക്ക് ട്രെയിനേഴ്സായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട്. അവർ എല്ലാം ഇവിടെയുള്ള എല്ലാ പത്രപ്രവർത്തകരെയും അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ സജീവമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വയനാട് വിഷനിലും അവർ അസിസ്റ്റ് ചെയ്യാൻ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ കലോത്സവം കിട്ടുന്നത്. സബ് ജില്ല നടന്നിട്ടുണ്ട്, ജില്ലാ സ്പോർട്സ് നടന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു ഗ്രാമപ്രദേശത്ത് ഇത്രയൊരു മേള വലിയ വിജയമാക്കി സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമയൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. കാടു ചൊല്ലുന്നതാമെന്നെ കബളിപ്പിക്കുവാൻ കയ്യിൽ ഓടുമേന്തി നടക്കുമീ ഉൽപ്പലപാണൻ. പണമില്ലാഞ്ഞിട്ടോ വരാൻ മടിക്കയാമാവാം സാധു, ഗണികയാം ഇവളെ താൻ ഗണിക്കയാകാം. ഗുണബുദ്ധിയാ ഞാൻ തോഴി. ജോബിസ് ദേവസി അദ്ദേഹം കൂടി ചേർന്ന് ബിജുവിനെ ആദരിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രൗഡ് മൊമെന്റ് ആണ്. തീർച്ചയായും ഒരുപാട് സന്തോഷം. ബിജു നാട്ടിലും നൽകുന്ന റിപ്പോർട്ടുകൾക്ക് താങ്ക് യു വെരി മച്ച്. വയനാട് വിഷന്റെ സ്നേഹ വണ്ടർലാൻഡ് മെഡലുകളാണ് ആദ്യം നൽകുന്നത്. ഒപ്പം വണ്ടർലാൻഡ് നൽകുന്ന ഒരു ഫ്രീ എൻട്രി വൗച്ചർ കൂടി നൽകുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. റിയൽ ഇൻഫോടെക്, സുൽത്താൻ ബത്തേരി, പനമരം, മീനങ്ങാടി.
ഒന്നാം സ്ഥാനത്തേക്കുള്ളത് MTMലെ കുട്ടികളെ നിർത്തി പറയുകയാണ്. വളരെ വൈകാതെ നിങ്ങൾ എല്ലാവരും ഷീൽഡ് എടുത്ത് ഇവിടെ നല്ല വൈബ് പാട്ടൊക്കെ വെച്ചിട്ട് വരും എന്നുള്ളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റാഷിദ് സാർ ഡാൻസ് ചെയ്യാൻ വേണ്ടി. ഞാൻ റെഡി. ദയവ് ചെയ്തിട്ട് ചവിട്ടുനാടകം അവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വണ്ടി വിടാൻ പോവാണ്. അപ്പൊ അവർക്ക് ഒരു സ്നേഹ ആദരം നമ്മൾ നൽകേണ്ടതുണ്ട്. ഓക്കെ, അല്ല ഒരു സമ്മാനം കൂടി വന്നോ. ഒരാള് അബീബ് ഒന്ന് വരും. അബീബ് ഗേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് അവർക്ക് ഒരു സമ്മാനം നൽകുന്നുണ്ട്. 2 വർഷം കൊണ്ട് വയനാടിന്റെ ഹൃദയത്തെ ചേർത്തുപിടിച്ച വയനാട്ടിലെ വൈദ്യുതി പാർട്ടി ഇതാ 2ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമാണ്. സകല കലാഗുരുക്കളെ ഈ കലാ സദസ്സിലെ സകല കലാഗുരുക്കളെ വന്ദനം തന്നിടാം, പാദവും വണങ്ങിടാം. വന്ദനം തന്നിടാം, പാദവും വണങ്ങിടാം. ഉലോക സൃഷ്ടനാം ദൈവമേ വണങ്ങിടാം. പീഡനങ്ങളെ ചിടും വിശുദ്ധരെ വണങ്ങിടാം. ഉലോക സൃഷ്ടനാം ദൈവമേ വണങ്ങിടാം. പീഡനങ്ങളെ ചിടും. പറഞ്ഞോളൂ. അത് ഒരു അത്ഭുതമാണ് കേട്ടോ. ആദ്യമായിട്ട് വന്ന് ചവിട്ട് നാടകം ഒരു ഗ്രേറ്റ് കലയാണ്, ആർട്ടാണ്. അത് എത്ര പെർഫെക്ഷനായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എങ്ങനെ ഇവരുടെ പ്രാക്ടീസൊക്കെ എത്ര നാളുകൾ ഉണ്ടായിരുന്നു? അടുത്ത് പിടിച്ച് പറഞ്ഞു. 2 മാസം അടുത്ത്. സാറാണോ പഠിപ്പിച്ചത്? ഞാനും സാറൊന്നുമല്ല, ഞാൻ അപ്പനാണ്. അത് ശരി. ആരുടെ? എൻ്റെ അപ്പനാണോ പഠിപ്പിച്ചത്? അത് ശരി, അത് സംഭവിക്കണമല്ലോ. സാറ് കളിക്കുമോ? അങ്ങനെ കളിക്കും അല്ലേ? അപ്പോൾ അപ്പനൊക്കെ ഇത് പഴയ കലാകാരനാണോ ഇതുമായി ബന്ധപ്പെട്ട്? അപ്പനാണ് ഇതിൻ്റെ. അതിനെ പുറകോട്ട് പോയി. അപ്പനപ്പൂപ്പന്മാര് തുടങ്ങിയെന്ന് വെറുതെ അല്ല പറയുന്നത് അല്ലേ? അതെ, വളരെ സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായി. അവരൊക്കെ എവിടെയാണ് സ്ഥലം ശരിക്കും? അവരുടെയൊക്കെ നാടൊക്കെ എവിടെയാണ്? നോർത്ത് പറവൂരാണ്. ആ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് ലത്തീൻ കത്തോലിക്ക സമുദായത്തിനിടയിലാണ് ചവിട്ട് നാടകത്തിന് പ്രസക്തി വരുന്നത് അല്ലേ? പക്ഷേ നമുക്കൊരു കാണണമെങ്കിൽ ഇപ്പോൾ എങ്ങനെയായാലും കൗമാര കലോത്സവത്തിന് എത്തണമെന്നുള്ളതാണ് സത്യം. ഏതായാലും ഉദ്ഘാടന സമ്മേളനം അവിടെ നടക്കാനിരിക്കുന്നു. ടീച്ചർ എന്ത് പറയുന്നത്? ടീച്ചർ എടുത്തു കൊടുക്കും. ഷിജ ടീച്ചർ പറയൂ, എന്താണ് ഇവരെ കുറിച്ച് പറയാനുള്ളത്? ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ആയിരുന്നു. ഈവനിങ് ടൈമിലാണ് കൂടുതലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ക്ലാസ് കട്ട് ചെയ്ത് പോകാനുള്ള കുറച്ച് മുന്നോട്ടേക്ക് എന്തായാലും നന്നായി പ്രാക്ടീസ് ചെയ്തു. ജില്ലയിലേക്കാളും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെത്തുമ്പോൾ എന്തായാലും ഈ കലാരൂപം കുറച്ച് കൂടുതലുണ്ടാവും അല്ലേ? മത്സരാർത്ഥികൾ കൂടുതലുണ്ടാവും. ഇത്തവണ ആദ്യമായിട്ട് വന്ന് പ്രൈസ് നേടി എന്നുള്ളതാണ് ഏറ്റവും ഗ്രേറ്റ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലേ? വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ കലാമേളയ്ക്ക് തിരശ്ശീല വീഴുന്നു. സമാപന സമ്മേളനത്തിനുള്ള വിശിഷ്ട വ്യക്തികളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പരിപാടിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വയനാട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ശ്രീ ശശീന്ദ്ര വ്യാസ് അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിടരാൻ വിതുമ്പുവി മുകുളങ്ങളിൽ സ്നേഹമധു തുളുമ്പിടട്ടെ. തളരാതെ നേരിന്റെ വഴിയിൽ നടന്നിടാൻ ഫലമേകി നിന്നിടണം. വയനാടിന്റെ കലാകൗമാരം ചെന്നെത്താൻ പോവുകയാണ്.
നവംബർ 26. അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. 43ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷമാണെന്ന് നമ്മൾ കണ്ടത്. ഓക്കെ, എപ്പോഴും പറഞ്ഞ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.